ഇന്നലത്തെ മാച്ചിൽ കൊൽക്കത്തയും CSKയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ചെന്നൈ കളി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ധോണി ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ റസൽ ചെവി പൊത്തി. ഈ സംഭവം ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ധോണിക്ക് എപ്പോഴും ഒരുപാട് ഫാൻസ് പവറുണ്ട്. ധോണി കളിച്ചില്ലെങ്കിലും ഗ്രൗണ്ടിലുണ്ടായാലും മതി, അവിടെ ആള് കൂടും. അത്രയും സപ്പോർട്ടാണ് ധോണിക്ക്. ധോണി എന്ന ക്യാപ്റ്റനാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പുകൾ നേടിത്തന്നത്. അതുകൊണ്ട് സച്ചിനേക്കാൾ ഫാൻസ് പവർ ധോണിക്കുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ CSK മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. റസലിന് പോലും ഒന്ന് അടിക്കാൻ സാധിച്ചില്ല. അത്ര മികച്ച ബൗളിങ്ങിലൂടെ CSK കളി തിരിച്ചുപിടിച്ചു. ഇന്നലെ മത്സരത്തിൽ ധോണി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് റസൽ ചെയ്തൊരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത്. ധോണി ബാറ്റ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഈ സമയത്ത് റസൽ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചു. ഇതിന് കാരണമാണ് ആരാധകർ നോക്കിക്കാണുന്നത്. റസൽ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ധോണി വന്നപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ ധോണി ധോണി എന്ന ആർപ്പുവിളികളായിരുന്നു. എനിക്ക് ശരിക്ക് ചെവി പോലും കേൾക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ചെവി പൊത്തിപ്പിടിച്ചത്. അത്രയ്ക്കും ആരവമായിരുന്നു ധോണി വന്നപ്പോൾ. എനിക്ക് ശരിക്കും ധോണിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഞാനും ധോണിയുടെ ആരാധകനാണെന്ന് റസൽ പറഞ്ഞു. എന്തായാലും റസൽ ചെയ്ത കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി. റസൽ ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ആരാധകർ അത് ഏറ്റെടുത്തു. ധോണിക്ക് അത്രയ്ക്കും പവറുണ്ടെന്ന് വ്യക്തമായി. ശരിക്കും ഇന്നലെ ഗ്രൗണ്ടിൽ മുഴുവൻ ധോണി ധോണി എന്ന ആർപ്പുളികളായിരുന്നു. ധോണി ഗ്രൗണ്ടിൽ കാലെടുത്ത് വെച്ചതും സ്റ്റേഡിയം മുഴുവൻ ഫാൻസുകാരെ ആർപ്പുളിച്ചു. റസൽ ഉടനെ തന്നെ ചെവി പൊത്തുകയും ചെയ്തു. എന്തായാലും CSK മികച്ച വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. CSK തിരിച്ച് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം ചെന്നൈ കപ്പ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.